നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തോൽവികളാണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് രക്ഷപ്പെട്ട് വരാൻ പെടുന്ന പെടാപ്പാടെന്നൊക്കെ പറയുന്നത് പോലെ ചെറുതല്ല. പലപ്പോഴും നമ്മൾ പൗലോസ് പറഞ്ഞു പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ നമുക്കറിയാം പല പാപപ്രവൃത്തികളും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ശത്രു നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറി പ്രവർത്തിക്കുന്നത്, നമ്മളെ നശിപ്പിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഒക്ടോബർ 31 രാത്രി എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഹാലോവീൻ. അത് അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, ജർമ്മനി, അയർലൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് വലിയൊരു സെലിബ്രേഷനാണ്, ഒരു ഫെസ്റ്റിവൽ, ഹോളിഡേ ഫീസ്റ്റാണ്, ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഇതിൻ്റെ ഒന്നും അർത്ഥമൊന്നും അറിയാതെ അവരതങ്ങ് എൻ്റർടൈൻ ചെയ്യും. അപ്പോൾ പാരൻസും അതിന് സപ്പോർട്ട് ചെയ്യും. പാരൻസിന് അറിയത്തില്ല ഇതിൻ്റെ എത്രമാത്രം ഇതിന് സീരിയസ് ആണ് ഇത് വിഷയം, അല്ലെങ്കിൽ ഇതിന് എന്താണ് എന്ന് അവർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവരും ഇതിന് പിള്ളേരുടെ കൂടെ. പക്ഷേ ഇതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഒന്ന്, ഇത് ആരെയാണ് എക്സോൾട്ട് ചെയ്യുന്നത്, ആരെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇത് ദൈവത്തെയോ ബൈബിളുമായിട്ട് കണക്റ്റഡ് അല്ല. ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ദേശത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ നിങ്ങൾ അത് ഫോളോ ചെയ്യരുത്. ഇത് ബൈബിൾ കൾച്ചർ അല്ല, ദൈവരാജ്യമായിട്ട് കണക്റ്റഡ് അല്ല. ഏതെങ്കിലും ചർച്ചകൾ ഇതിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതിന് നമ്മൾ റെസ്പോൺസിബിൾ അല്ല. അത് അറിവില്ലാത്തതുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നവംബർ 1 പറഞ്ഞാൽ ഓൾ സെയിൻസ് ഡേ എന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇതുമായിട്ട് കണക്റ്റഡ് ആണോ? ഇത് ഒരുപാട് സംശയങ്ങൾ ഇവർക്കുണ്ട്. അപ്പോൾ അതായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊച്ചുങ്ങളെ ഇതിനു വേണ്ടി എൻ്റർടൈൻ. ഒരുപാട് ചോക്ലേറ്റുകൾ ഇതിൽ വലിയൊരു ബിസിനസ്സാണ്. ഒരുപാട് ഓഫറുകളാണ് ചോക്ലേറ്റുകളെല്ലാം വിദേശ രാജ്യങ്ങളിൽ. പക്ഷേ ഇത് ഒരുപാട് കളർ ചേർക്കുന്നു. അതെല്ലാം ക്യാൻസറസ് കെമിക്കൽ സാധനങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മരണത്തെയാണ് ഇത് എക്സോൾട്ട് ചെയ്യുന്നത്, മരണത്തെയാണ് ഇത് ഉയർത്തിപ്പിടിക്കുന്നത്, ഗ്ലോറിഫൈ ചെയ്യുന്നതെങ്കിൽ ഇതിലിപ്പം മരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നുള്ളവർക്ക് കുഴപ്പമില്ല. ബൈബിൾ എക്സോൾട്ട് ചെയ്യുന്നത് ലൈഫ്, ഫെയ്ത്ത്, ലൈറ്റ്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫെയ്ത്തിൻ്റെ എഗെയിൻസ്റ്റ് ഫിയർ. ഫെയ്ത്തിൻ്റെ ശത്രുവാണ് ഫിയർ. അതുപോലെ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡാർക്ക്. ലൈഫിൻ്റെ ഓപ്പോസിറ്റാണ് ഡെത്ത്. ഇത് ഡെത്താണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒറ്റ കാരണം. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരെയും ജീവിച്ചിരിക്കുന്നവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 31 ഇതിൻ്റെ പിറകിലുള്ള രഹസ്യം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ശരിയാണോ തെറ്റാണോ. ഇതിനെ ഭയപ്പെടുത്തുന്ന കോസ്റ്റ്യൂംസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആ കോസ്റ്റ്യൂംസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് ദൈവികമാണോ. അപ്പോൾ നമുക്ക് ഭയം വരുത്തുന്നത് ഇതുപോലെ കോസ്റ്റ്യൂംസുകൾ തന്നെയാണ്. അപ്പോൾ ഫെയ്ത്ത് വളരത്തില്ല. രണ്ടാമത്തെ കാര്യം, മരിച്ചവർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മരിച്ചവർക്ക് ഭൂമിയിൽ അവരില്ല. പിന്നെ മരിച്ച വ്യക്തികളെ എങ്ങനെയാണ് ഭൂമിയിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകരുത്. ഏതൊക്കെ ചർച്ചുകളാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ പംകിൻ്റെ സീസണാണ് പുറം രാജ്യങ്ങളിപ്പോൾ. അതുകൊണ്ട് ആ മത്തനെടുത്തിട്ട് അതിൻ്റെ അകത്തൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തൊരു ലൈറ്റൊക്കെ വെച്ച് എന്നിട്ട് പുറത്ത് ചോക്ലേറ്റുകൾ വയ്ക്കും. എന്നിട്ട് നിങ്ങൾ വെച്ചില്ല എങ്കിൽ സ്പിരിറ്റ് വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളുടെ വീടിനെ ഒരു പ്രേതാലയമാക്കി മാറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ ഇതിൻ്റെ പിറകെ പോകരുത്. പ്രത്യേകിച്ചും ട്രിക്ക് ഓർ ട്രീറ്റ് എന്നാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് രീതിയിൽ സാത്താനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, സ്പിരിറ്റ്സിനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ വന്ന് നിങ്ങൾക്ക് ട്രിക്ക് തരുമെന്ന്. അവൻ്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുതന്നെ പൗലോസ് പറഞ്ഞ അവന് ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇതിന് പോകാതിരിക്കുക. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.